क्या हुआ? टायर पंचर हो गया. पंचर हो गया. पंचറാവാൻ കണ്ടോ? സോറി. ഊഴിച്ചിറങ്ങ്. ബാലൻസ് പോകണം. ബാലൻസ് ഒക്കെ പേഴ്സിൽ വെച്ച്. ഏത് ടയറാ പഞ്ചറായത്? ഈ വണ്ടിയുടെ. എന്തായാലും നന്നായി. സന്തോഷമായിട്ട് ഓപ്പൺ എയറിൽ നിന്ന് മൂത്രമൊഴിക്കല്ലോ അല്ലേ? വാ നീ വന്നൊഴി. ഓ എന്തൊരാഴം. കാല് തെറ്റിയാ പൊടി പോലും കിട്ടൂല. ഏത് നരകത്? വിടല്ലേ വിടല്ലേ, പൊട്ടിപ്പോവും. പെട്ടിയല്ലേ പൊട്ടിപ്പോവും. അവന്റെ തല പൊട്ടിപ്പോവും. ഒന്നാമത് തലവേദന. ഇറക്ക് പയ്യ. അങ്ങനെ ആ വണ്ടിയിൽ പോയി. 91 98 പോയി. പെട്ടി ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പെട്ടിയോ? ഏത് പെട്ടി? സാറിന്റെ പെട്ടി. ഓ ആ പെട്ടി. അതിന്റെ പെട്ടി. ഒന്ന് വാ സാറേ. രഘുരാമൻ വന്നേ. നമ്മുടെ രഘുരാമൻ വന്നു. കടല് പറ്റേ 722 തന്റെ 722. എടോ അത് ചിലപ്പോ 7000 ആയെന്ന് വരും. ആരാ വന്നിരിക്കുന്നറിയാവോ? ചത്തുപോയെന്ന് വിചാരിച്ച എന്റെ അളിയൻ രഘുരാമൻ. അളിയനോ? അവൻ ഗൾഫിൽ നിന്ന് കോടീശ്വരനായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. തന്റെ 722. ചിലപ്പോ തന്റെ കട മൊത്തം അവൻ കച്ചവടാക്കിന്ന് വരും. തനി പെട്ടെന്ന് പിടി തലയിൽ വെച്ച്. തലയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടി പൊട്ടി പോകും. തെന്നി പോവല്ലോ. നിർത്തുക. അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ മുല്ലമംഗലത്തെ രഘുരാമൻ വന്നു. ഏത് രഘുരാമൻ? രഘുരാമൻ നമ്മുടെ മുല്ലമംഗലത്തെ ഭവാനി അമ്മയുടെ മോനാ. ആ ചത്തുപോയിന്ന് കരുതിയ ചെക്കൻ. അവൻ ചത്തിട്ടില്ല. ദുബായിൽ കോടീശ്വരനായി വന്നിരിക്കുക. എന്തൊരു അല്ല, ദേവ മുതലാളി നിന്നെ മറന്നു വെച്ചോ? രഘുരാമനല്ലേ? അപ്പൊ ഇനി മുതൽ എന്റെ ഡ്യൂട്ടി അവിടെയല്ലേ മിസ്റ്റർ വാറുണ്ണി? ഓക്കെ.
നിനക്ക് തെറ്റിയതാവും. അല്ല അച്ഛാ, അത് അവൻ തന്നെയാ, ആ രഘുരാമൻ. നീ അവനെ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടവരൊക്കെ. ഈ കണ്ടവന്റെയും കേട്ടവന്റെയും കഥയൊന്നും എന്റെ അടുത്ത് എഴുന്നള്ളിക്കണ്ട. ജീവനോടെ നീ അവനെ കണ്ടോ? പറ കുഞ്ഞേ. കണ്ടില്ല. ഈ കുഞ്ഞനന്തൻ ഒരാഴ്ച മുഴുവൻ പാഴാക്കി എന്തിനു വേണ്ടിട്ടാ? എന്റെ പൊന്നുമക്കൾക്ക് വേണ്ടിട്ടാ. എല്ലാ കടലാസിലും ആ തള്ളയും മക്കളും എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചില്ലറയും കൊടുത്തിട്ടുണ്ട്. ഇനി റേസ് ഓഫീസിൽ ഇത്തിരി പണി ബാക്കി കിടക്കുമ്പോഴാ ചത്തുപോയെന്ന് പറഞ്ഞ ആ ചെക്ക തിരിച്ചു വന്നത്. എവിടെ? എന്ത്? തന്റെ മോന്ത ഒരു തുപ്പാൻ കഴുകാൻ എടുത്തതാ. ഇനിയിപ്പോ എന്താ ഒരു വഴിയോ? എടോ രാമൻ നായരെ, ചത്തവന്മാരൊക്കെ തിരിച്ചു വരിക എന്ന് വെച്ചാൽ ചത്തുപോയ അവന്റെ തന്ത ചന്ദ്രശേഖരൻ തിരിച്ചു വരണ്ടേ? ചത്തുപോയ എന്റെ ഭാര്യ തിരിച്ചു വരണ്ടേ? അതെ. കഴുതേ, മണ്ടത്തരം പറയുന്നു. രഘുരാമൻ വന്നിരിക്കുന്നു. രഘുരാമനോ രഘുരാമൻ. എന്റെ പൊന്നുമോൾ എങ്ങോട്ടാ? ഇങ്ങനെ ഉറങ്ങാനായിട്ട് മാത്രം ജന്മം. എണീക്കുന്നുണ്ടോ? നിങ്ങൾക്ക് രഘു വന്നു എന്നറിഞ്ഞാലെങ്കിലും എണീറ്റ് വന്നൂടെ? എന്നിട്ട് എന്താ? ഒന്നുമില്ല, അവൻ നിങ്ങളെ കണ്ണറിയെന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ടാ. മൂത്ത അളിയനല്ലേ. എന്നിട്ട് എന്താ എന്നിട്ടെന്താന്ന് പറഞ്ഞിരുന്നാ മതിയോ? ദേ മിടുക്കന്മാര് കാര്യം നേടുന്നത് നോക്കിയിരുന്നുള്ളൂ. ഒന്നിങ്ങോട്ട് എണീറ്റ് വന്നിട്ട് വിളിച്ചാ നേടുന്നവർ നേടിക്കോട്ടെ. എണീക്കാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നാ മതി. വാ ഇങ്ങോട്ട്. അയ്യോ വലിക്കല്ലേ, ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇങ്ങോട്ട് കേറി വാ എന്റെ മനുഷ്യൻ. അയ്യോ പൂർത്തിയായി. എന്ത്? രഘുരാമനെ അളിയനും ഒന്ന് കാണട്ടെ. ഇരിക്കളിയാ. ആളെ പഠിപ്പിക്കാ. എങ്ങനെയുണ്ട്? ഒന്നും വിട്ടായി പിള്ളേരെ. ആർത്തി കറിക്കില്ല അമ്മയെ പോലെ നമുക്കുള്ളതാ. എനിക്ക് ഇവന്റെ ഒന്നും വേണ്ട. ഇവനെ ഒന്ന് കണ്ടാ മതി. എന്റെ ഒക്കത്തിരുന്ന ഇവൻ വളർന്നത്. അപ്പൊ നിലത്തൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഞാനെന്ന് വെച്ചാ ഇവന് ജീവനായിരുന്നു. ഞാനിപ്പോ ഇവിടെ എന്തിനാ? എന്താ ഇത്? അവൻ ഇന്നൊന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇനിയും കാണാമല്ലോ. അവനിനി എങ്ങും പോണില്ല. ഞാനിപ്പോ കഴിച്ചതാ. നീ അമ്മയ്ക്കൊന്നും കൊണ്ടുവന്നില്ലേ? എനിക്ക് നീ ഒന്നും കൊണ്ടുവരണമെന്നില്ല. നീ വന്നല്ലോ, അത് മതി. എനിക്കും. എനിക്കെന്തിനാ ബ്ലൗസ്? എന്നാ അങ്ങോട്ട് കൊടുത്തേക്ക്. തമാശ കളിക്ക. ദേ അമ്മയ്ക്ക് അവൻ കൊണ്ടുവന്നത് അസലായിട്ടുണ്ട്. എന്തിനാ മോനെ ഇതൊക്കെ? അത് അമ്മയ്ക്ക് ഞാൻ അവിടെ എന്താ നിന്റെ ജോലി എന്ന് പറഞ്ഞില്ലല്ലോ. അവിടെ ഓയിൽ കമ്പനിയില്ല. നീ സ്വർണ്ണം ഒന്നും കൊണ്ടുവന്നില്ലേ? അതിപ്പോ ഇവിടുന്നായാലും വാങ്ങാലോ. കസ്റ്റംസ് പ്രോബ്ലം. എന്തായാലും അളിയനൊരു ഡ്രാഫ്റ്റെങ്കിലും അയക്കായിരുന്നു. അത് മോശം. നീ എന്താ പുഷ്പേട്ടനെ അറിയാത്ത പോലെ തുറച്ചു നോക്കണേ? അതിന് അളിയൻ എന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ. മാറി കേറിയപ്പോഴേ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇതെന്റെ അളിയനായിരിക്കുമെന്ന്. അളിയൻ? ഞാൻ കാറിൽ വെച്ച് പറഞ്ഞില്ലേ, ഓട്ടോ കൺസൾട്ടിങ് വെള്ളന്നൂർ. നിന്നെ എന്ന് തിരക്കും. എന്ത് ചെയ്യുന്നു? ഉറങ്ങിയായിരുന്നു. അറിയില്ലേ, ചെമ്പകശ്ശേരി തറവാട്ടിലെയാ. ജോലിക്കൊന്നും മൂപ്പര് പോവില്ല. ഭയങ്കര അഭിമാനികളാ ചെമ്പകശ്ശേരിക്കാര്. നീ ചെന്ന് കുളിച്ചേച്ചു വാ. ആഹാരം കഴിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങളൊക്കെ. മോളെ അവന് സോപ്പും തോർത്തെടുത്തു കൊടുക്ക്. ദേ നീ വാ. ഏട്ടന് ചുടുവെള്ളം വേണോ അത് പുഴയിൽ പോണോ? ഞാൻ സ്വിമ്മിംഗ് പൂൾ. അല്ല, ഞാൻ പുഴയിൽ കുളിച്ചോളാം. നല്ല ഒഴുക്കുണ്ട്, വന്നുടനെ പോണ്ട. ചിലപ്പോ നേരെ ഗൾഫിലെത്തും. ഒരു സോപ്പുണ്ടോ? സോപ്പൊക്കെ തരാം, അതുകൊണ്ടൊരു ഉപയോഗം വേണം.